ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മാഷ് പ്രിയാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇഷിത ഒരിക്കലും ആദി വിളിച്ച വരില്ല. കാരണം എന്നറിയാവോ, ആദിക്ക് എപ്പോഴും വലുത് അവൻ്റെ അമ്മ തന്നെയാണ്. അവൻ്റെ അമ്മയായിട്ടുള്ള രചനയെ ഉപേക്ഷിച്ച് അവനൊരു ജീവിതവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പറയണ്ട്, അതെനിക്ക് മനസ്സിലായി മാഷെ, എല്ലാവർക്കും അത് അറിയാം. പക്ഷേ ഇഷിതക്ക് ഇപ്പോഴും അവൻ വരും, വിളിച്ചാൽ വരും എന്നൊക്കെ ഒരു വിശ്വാസമാണല്ലോ. അതെ, ചിലപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ആദ്യം വലുതായി വരുന്നൊരു കുട്ടിയാണ്. അമ്മയുടെ തോന്നിവാസമൊക്കെ അവൻ നേരിട്ട് കാണുമല്ലേ. ആ സമയത്ത് അവൻ അമ്മയുടെ വഴി തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വരാനും മതി. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവനൊരിക്കലും രചനനെ വിട്ട് വരത്തില്ല എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ പ്രിയാമണി പറയണു, ഓ എന്തൊരു കഷ്ടമാണ്. ഇഷിതക്കാണെങ്കിൽ ഭയങ്കര വാശിയാണ്, ആദിനെ കൊണ്ടുവന്നേ പറ്റൂന്ന്. ഇഷിത പിന്നെ എന്ത് ചെയ്താലും ആ സ്വപ്നവല്ലിക്ക് കണ്ണിനെ പിടിക്കില്ലല്ലോ. അവൾ എത്ര നല്ലത് ചെയ്താലും അവർ നല്ലതാണെന്ന് പറയത്തു പോലുമില്ല. അതാണ് അവരുടെ ഗുണം. അതെന്തെങ്കിലും ആവട്ടെ പ്രിയേ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇഷിതടുത്ത് നാളൊന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മാഷും പറയണം. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ മഹേഷിനെയാണ്. മഹേഷാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും ഇഷിത പോകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. ഇഷിത എന്ന് പറഞ്ഞ് മഹേഷ് വിളിക്കുന്നുണ്ട്. എന്താ മഹേഷ്? എടോ നോക്ക്, ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ട് താൻ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. എനിക്ക് വിഷമമൊന്നും ഇല്ലെന്ന് പറയാണ്. അല്ല, താൻ ഒരുപാട് വിഷമിക്കേണ്ടതെന്ന് എനിക്കറിയാം. താൻ എന്തിനാ ഇങ്ങനെ പുറത്തൊന്നും കാണിക്കാത്തത്? മറ്റുള്ളവരുടെ വിഷമമെല്ലാം താൻ ഏറ്റെടുക്കും. മറ്റുള്ളവർ വിഷമിക്കരുത് കരുതി താൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ തൻ്റെ വിഷമം കാണാനായിട്ട് ആരുമില്ല. എനിക്കറിയാം. ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് വല്ലാത്ത വേദനിച്ചു തന്നു. അത് പിന്നെ മഹേഷിന് തോന്നലാണ്. അവൻ അങ്ങനെ പറയണു, അത് അവൻ്റെ ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ആ സ്വഭാവം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം എന്തൊക്കെ വന്നാലും തൻ്റെ അമ്മേനെ ഉപേക്ഷിക്കാത്ത ആദിയുടെ മനസ്സ്, അത് നല്ല മനസ്സ് തന്നെയാണ് മഹേഷ് എന്ന് പറയാണ്. പിന്നെ ആദീനെ ആകാശ് ഒരു ചാവേറാക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അവനെ നിർബന്ധിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവനത് മനസ്സിലാവുമായിരിക്കും. എന്തായാലും എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ട് മഹേഷ്, ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുകയുള്ളൂ എന്ന് പറയാണ്. അല്ല, താൻ എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല എന്ന് പറയാണ്. മഹേഷിന് ആഗ്രഹം ടെൻഷൻ ആവാട്ടോ. ഇനി ഇഷിത ആദിയുടെ ആ ഒരു ആഗ്രഹം എങ്ങനെ സാധിച്ചു കൊടുക്കാനാണ് ഉദ്ദേശം. അതായത് രചനേനെ തന്നെ ഒരു ഒന്നാക്കാൻ വേണ്ടി വല്ല ഉദ്ദേശവും ഇഷിതയുടെ മനസ്സിലുണ്ടോ? അതോ ഇഷിതൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള വല്ല മനസ്സിലോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ഒരു ആലോചിച്ചിട്ട് ടെൻഷൻ ആവാണ് മഹേഷിന്. അങ്ങനെ ഇഷിത അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുക കേട്ടോ. ഇഷിത പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ മഹേഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെ സംസാരിച്ചത് ഞാൻ കേട്ടായിരുന്നു മോനെ. ഇഷിത അവളൊരു നല്ല കുട്ടിയാണ്. അവൾ ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ പറിച്ച് നടാൻ വേണ്ടി ശ്രമിക്കരുത്. അച്ഛന് തോന്നണുണ്ടോ ഞാൻ അവളെ ഉപേക്ഷിക്കുമെന്ന്? പക്ഷേ അവളുടെ തീരുമാനവും സംസാര രീതികളൊക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തോ വലത് പേടി പോലെ തോന്നണം. മോനെ, അവളെ ഒരിക്കലും നീ വിട്ടുകൊടുക്കരുത്. നിൻ്റെ ജീവിതത്തിലെ പ്രകാശമാണ് അവൾ. ഇഷിത നിൻ്റെ ജീവിതത്തിലെ പ്രകാശമാണ്. അവളെ ഒരിക്കലും നീ കൈവിടരുത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റി മറിച്ചത് ആരാണ്? ഇഷിത മോളാണ്. അവളിവിടെ ഉണ്ടെങ്കിൽ എന്തൊരു ഈ വീടിന് തന്നെ ഒരു ഐശ്വര്യമാണ്. അവൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ. എനിക്ക് അഭിമാനം തോന്നുന്നു. അവളെ നിനക്ക് വേണ്ടി ആലോചിക്കാൻ തോന്നിയ ആ ഒരു മൊമെൻറ്റ്, ആ ഒരു നിമിഷം നല്ലൊരു അഭിമാന നിമിഷമായിട്ട് എനിക്കിപ്പോൾ തോന്നുവാണ്. ഒരിക്കലും അവളെ കൈവിടരുത് മോനെ എന്ന് പറയാണ്. മഹേഷ് പണ്ടില്ല, ഞാൻ ഒരിക്കലും കൈവിടില്ല. പക്ഷെ അവളുടെ തീരുമാനം അതെന്നെ പലപ്പോഴും കുഴപ്പത്തിലാക്കണത്. അവളൊന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തെടുക്കുമെന്ന് അച്ഛനറിയാലോ. നമുക്ക് നോക്കാം മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മഹേഷ് വിചാരിക്കും, താനൊരു കാര്യം ചെയ്യാം, ഒന്ന് ആദിനെ കണ്ടിട്ട് വരാം എന്ന് മഹേഷ് വിചാരിക്കുകയാണ്. അങ്ങനെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ആദിയുടെ സ്കൂളിലേക്ക് പോകട്ടെ. അപ്പോൾ ആദ്യം അവിടെ വരുന്നുണ്ട്. ഡാഡി എന്ന് പറഞ്ഞ് ഓടി വരുവാണ്. മോനെ, ഞാൻ മോനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ, എന്താ ഡാഡി? അത് പിന്നെ മോനെ, എനിക്ക് മനസ്സിലായി, ഇഷിതാമ്മ ഇന്നലെ വന്നായിരുന്നു, അതിനു മുമ്പ് ഡാഡിയും വന്നായിരുന്നു. ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞല്ലോ, മമ്മി ഇല്ലാതെ ഞാൻ അവിടെ വരില്ല ഡാഡി എന്ന് പറയാണ്. മോനെ, അത് പിന്നെ നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ, നിൻ്റെ മമ്മിയും ഞാനും തമ്മിൽ പിരിയാനാണ്. എന്താണ് കാരണമെന്ന് നിനക്കറിയാലോ ഡാഡി. നിങ്ങൾ തമ്മിൽ പിരിയാൻ നിങ്ങൾക്ക് 100 കാരണങ്ങളുണ്ടാവും. പക്ഷേ ഞാനും ചിപ്പിയും അതിലെന്താ ചെയ്യേണ്ടത്? പറ, ഞാനും ചിപ്പിയും എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ തന്നെ ഒന്നാവുകയാണെങ്കിൽ എനിക്കും ചിപ്പിക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. നിനക്ക് തോന്നണ്ട മോനെ ചിപ്പിക്ക് സന്തോഷം ഉണ്ടാവുന്നത്? ചിപ്പി അമ്മയായിട്ട് കാണുന്നത് ഇഷിതേനെയാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ മമ്മിയും ഡാഡിയും ഒന്നാവണമെന്ന് വല്ലത്തിൻ്റെ ആഗ്രഹം പോലെ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നെ അങ്ങോട്ട് വരാൻ വേണ്ടി ഡാഡി നിർബന്ധിക്കരുത്. എൻ്റെ മമ്മി ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ല ഡാഡി. പക്ഷേ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് വരും
വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകുക കേട്ടോ. മഹേഷിനും ആകെ വിഷമമാണ്. എന്താ ഇഷിത ഇനി ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് മഹേഷ് അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഇഷിത വീണ്ടും പ്രഗ്നൻസിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പോവാട്ടോ ഹോസ്പിറ്റലിൽ. പോകുമ്പോഴേക്കും നമ്മുടെ സേതുലക്ഷ്മി ഡോക്ടർ പറയുന്നുണ്ട്, ഇഷിത വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്താ എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, തനിക്കിനി ധൈര്യമായിട്ട് മുന്നോട്ട് പോവാട്ടോ. ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായത് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണല്ലോ നമ്മൾ എടുത്തത്. ഇപ്പോൾ തനിക്ക് ഒരു പ്രശ്നവും ഇല്ലടോ. തനിക്ക് ധൈര്യമായിട്ട് ഇനി എത്ര വേണമെങ്കിലും കുട്ടികളുടെ അമ്മയാവാം എന്ന് പറയാണ് ഇഷിതക്ക്. അപ്പോൾ സന്തോഷമൊന്നുമില്ല കേട്ടോ. എന്താണ് തനിക്കൊരു സന്തോഷമില്ലാത്തത്? സാധാരണ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ സാധാരണ പാരൻസൊക്കെ ഒരുപാട് സന്തോഷിക്കാറുണ്ട്. തനിക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയാണ്. സേതുലക്ഷ്മിക്ക് എന്തൊരു സംശയം തോന്നുകയാണ്. സേതുലക്ഷ്മി നമ്മുടെ മഹേഷിനെ വിളിക്കുന്നുണ്ട്. ഇഷിത പോയി കഴിയുമ്പോൾ, സേതുലക്ഷ്മി ഡോക്ടർ, മഹേഷിന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ അല്ലാതെ ഇഷിതയുടെ ഫ്രണ്ട് അല്ലേ? ഇഷിതയുടെ ഫ്രണ്ട് ആകുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ടും കൂടിയല്ലേ? അതെ അതെ, അന്ന് കണ്ടിട്ട് പിന്നെ കണ്ടേ ഇല്ലല്ലോ. ഇഷിത ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന കാര്യമൊക്കെ അറിയാവോ? ഒരിക്കൽ പോലും അവളുടെ കൂടെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടില്ല. ഞാൻ എങ്ങനെ അറിയാനുണ്ട് ഡോക്ടർ? അവൾ അവിടെ വരുന്നതും പോകണമെന്ന് എന്നോട് പറയാറില്ലെന്നേ. ആൾക്ക് നാണമൊക്കെ ആയിരിക്കും. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മഹേഷ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഡോക്ടർ? ഇഷിതയ്ക്ക് ഒരു പ്രശ്നവുമില്ല. ഇഷിതയ്ക്ക് എത്ര കുട്ടികളുടെ വേണമെങ്കിലും അമ്മയാവാം എന്ന് പറയാണ്. പക്ഷെ ഇത് അവൾക്ക് വേണ്ട, അവൾക്കൊരു സന്തോഷമില്ല. എനിക്ക് പക്ഷേ സന്തോഷമുണ്ട് ഡോക്ടർ, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് എന്ന് പറയാണ്. മഹേഷിന് ഭയങ്കര സന്തോഷമാവാട്ടോ. മഹേഷ് വേഗം നമ്മുടെ സ്വപ്നവേലെടുത്ത് രാമനാഥനോട് പറയുന്നുണ്ട്, അതെ സേതുലക്ഷ്മി ഡോക്ടറെ നിങ്ങൾക്ക് അറിയാവോ? അറിയാം, അത് ഫേമസ് ആയിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലാണല്ലോ ഇഷിത. ഡോക്ടർ ഉറപ്പ് തന്നിരിക്കുക ഇഷിതയ്ക്ക് എത്ര കുട്ടികളുടെ വേണമെങ്കിലും അമ്മയാവാന്ന്. സ്വപ്നവേലി ചോദിക്കേണ്ടത് സത്യമാണോടാ? അതേമേ സത്യമോ? ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞതാ. ഇഷിതയുടെ ഫ്രണ്ടും കൂടിയാണല്ലോ. ആണോ? സന്തോഷ വാർത്തയായിട്ട് എന്നോടും കൂടി പറഞ്ഞതാ. കൊള്ളാലോ, ഇത് സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ചിപ്പിക്കും സന്തോഷം. എന്നിട്ട് ഇഷിത എവിടെ? അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോയേ ഉള്ളൂ പറഞ്ഞത്. എനിക്കും സന്തോഷമോ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സ്വപ്നയിൽ പറഞ്ഞിട്ട്, മോനെ ഇനി ഒട്ടും വൈകിപ്പിക്കരുത്. ഈ ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ട അപ്പോൾ തന്നെ കുട്ടികളാവാണെങ്കിൽ നല്ലതാണ് എന്നൊക്കെ പറയാണ്. മഹേഷിന് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മഹേഷ് വിചാരിക്കും ഇഷിതയായിട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യില്ല, താൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാ? ഈ കാര്യത്തിൽ ആണുങ്ങളാണല്ലോ മുൻകൈ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇഷിത എടുത്ത് ഈ കാര്യങ്ങൾ തുറന്നു പറയാം. മഹേഷിന് ഒരു മടി. കുറച്ച് വെള്ളമൊക്കെ അടിച്ച് മഹേഷ് വരും കേട്ടോ ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത് എനിക്കൊരു കുഞ്ഞിനെ വേണം, താനൊരു കുഞ്ഞിനെ തന്നേ പറ്റൂ എന്ന് പറയാനായിട്ട് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ അടിച്ച് വരുന്നുണ്ട്. മഹേഷ് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണ് കേട്ടോ. അപ്പോൾ ഇഷിത ചോദിക്കണ്ടേ, എന്താണ് മഹേഷ് സാർ ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ? എടോ എനിക്കൊരു കുഞ്ഞിനെ വേണം. എന്ത് വേണമെന്നോ? എനിക്കൊരു കുഞ്ഞിക്കാല് കാണണമെന്ന്. മഹേഷിന് എന്താ കുടിച്ചപ്പോൾ സ്വബോധം നഷ്ടപ്പെട്ടോ? നമ്മളെ അഗ്രിമെൻ്റ് അറിയില്ലേ? തൻ്റെ കഴുത്തിൽ നിന്ന് നിയമപരമായിട്ട് താലി കെട്ടി. താനെൻ്റെ ഭാര്യയാണ്, എൻ്റെ മോളുടെ അമ്മയാണ്. എന്തുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തന്നൂടാ? ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല വിജയകരമാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇഷിതക്കും നാണം വരുവാണ്. അങ്ങനെയാണ് പതുക്കി ഇവർ ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത്. മഹേഷ് ഇത്തിരി വെള്ളമടിച്ച സമയത്താണ് മഹേഷ് ഇങ്ങനെ തുറന്നു പറഞ്ഞത്. റീമേക്കിൽ അങ്ങനെയാണ്, അതാണ് ഞാനിവിടെ പറഞ്ഞു കേട്ടോ. എന്തായാലും ഇഷിതയും മഹേഷും ഒന്നിക്കാൻ പോകണം. നല്ല അടിപൊളി ഭാഗങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ എന്തായാലും നല്ലൊരു മൊമെൻറ്റ്സ് തന്നെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.